ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അവർ ഇപ്പോൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്, അവരുടെ കാഴ്ചപ്പാട് നിങ്ങളെക്കുറിച്ചുള്ളത് എന്താണ് എന്നാണ് നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല കേട്ടോ. റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇത്രയും കാലം എനിക്ക് ചെയ്തു തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് വീണ്ടും നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇത് കളക്റ്റീവാണ്. അവർ ഇപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ്. അവരുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പണ്ട് കണ്ടിരുന്നത് പോലെയാണോ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. മജീഷ്യനാണ്. നൈൻ ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് പെന്റക്കിൾ, ഹാങ്ഡ് മാൻ, വീൽ ഓഫ് ഫോർച്യൂൺ. ബോട്ടം വന്നത് കിങ് ഓഫ് കപ്സ് ആണ്. നമുക്കിനി ഓറക്കിലേക്ക് കൂടി നോക്കാം. ബേസ് ചക്ര, ട്രയംഫിൻ്റെ സക്സസ് ആണ്. ഹോപ്പ്, സൺ ഗാർഡ് ആണ്. ഇമോഷണൽ ട്രാവൽ വന്നിട്ടുണ്ട്. ട്രയംഫ് വന്നിട്ടുണ്ട്. ഹാർട്ട് ചക്ര, ട്രൂത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് ആണ്. സ്പിരിച്വൽ യൂണിയൻ വന്നിട്ടുണ്ട്. ഹാർമണി, ലവേഴ്സ് കാർഡ്. അപ്പോൾ നിങ്ങളെ ഇതില് വെയിറ്റിംഗ് ഗെയിമാണ്. ബോട്ടം വന്നിട്ടുള്ളത് ടു ഓഫ് വാൻസ്. അപ്പോൾ അവരൊരുപാട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇത് അവരൊരു പ്രതീക്ഷ വെച്ച് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ചെല്ലും എന്നായിരിക്കാം, നിങ്ങൾ തിരിച്ച് ജീവിതത്തിലേക്ക് ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ആദ്യം തന്നെ വന്നത് ഇവിടെ നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളെന്ന് പറയുന്നത് ഈ സമയം അവർക്കൊരു ലക്ഷ്യമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ പിറകിൽ അല്ലെങ്കിൽ അവരുടെ പിറകിൽ നിങ്ങൾ പൊക്കോണ്ടിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പിറകെ അവർ വരേണ്ട ഒരു അവസ്ഥയായല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു അവരുടെ ഗോളാണ് നിങ്ങൾ ഈ സമയം. അപ്പോൾ അവരത് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ, ഇതിൽ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ കാലചക്രം തിരിഞ്ഞിറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആദ്യം എവിടെ നിന്നോ ആ സ്ഥലത്ത് ഈ വ്യക്തിയെ കൊണ്ട് ഇപ്പോൾ കാലം നിർത്തിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. നല്ല ഒരു അടിപൊളി റീഡിംഗ് ആണ് കേട്ടോ ഇത്. ശരിക്കും നിങ്ങൾ വിചാരിച്ചതുപോലെ അതിലപ്പുറം ഉള്ള കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്.
ഓവറോൾ നോക്കിയപ്പോൾ. അപ്പോൾ പണ്ട് നിങ്ങളായിരുന്നു അവരെക്കുറിച്ച് മാത്രം ആലോചിച്ച് അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇപ്പം നിങ്ങൾ പണ്ട് നിങ്ങളുടെ ലക്ഷ്യം അവരായിരുന്നു. അപ്പം വേറെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവർ എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ജീവിച്ചു എങ്കിൽ ഇപ്പോൾ തിരിച്ച് അവരങ്ങനെ ചെയ്യുന്നു. ഇത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ എന്താണ് ചെയ്തിരുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. മാജീഷ്യനാണ്. ഇപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മാജിക്കൽ പവർ ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലപ്പുറം ഉള്ള കാര്യങ്ങൾ, നന്മകൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഇത് ഒന്നുകിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ ഈ ഒരു ഇത്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫാണ് കൂടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ പരസ്പരം ഒരുപാട് അകന്നു പോയ ആൾക്കാരാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരത്തെ അവരെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് മാറ്റി നിങ്ങളുടെ ഒരു സെൽഫ് വർത്തൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്തു. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അവർ അറിയുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ 9 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ശരിക്കും പെയിൻ ഉണ്ട് അവർക്ക്. ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റാത്ത വണ്ണമുള്ള ഒരു പെയിൻ അവർക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. പല കാര്യങ്ങളും ഇവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഇവരെ ഇങ്ങനെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ചെയ്തു പോയ തെറ്റിൽ അവരൊരുപാട് വിഷമിക്കുന്നു എന്നുള്ളതാണ്. കാരണം പാസ്റ്റിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി എന്നൊരു തിരിച്ചറിവ് ഇപ്പം അവർക്കുണ്ട്. കാരണം ഓരോ ഇൻസിഡൻ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കാം നിങ്ങളോട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം ശരിക്കും ഉണ്ട് ഇപ്പോൾ. പിന്നെ ഏസ് ഓഫ് സോർഡ്സ് ആണ്. ശരിക്കും നിങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അവരിങ്ങനെ ചെറിയുന്നുണ്ടായിരിക്കാം, സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും മാധ്യമത്തിലൂടെ അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവർ തിരക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം. എപ്പോഴും ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും പാസ്റ്റിൽ നിങ്ങൾ ഇവരെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ എന്തായി, നിങ്ങൾ എന്താണ്, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ചിലപ്പം വലിയൊരു പ്രാധാന്യമില്ലാത്തതുപോലെ ഇപ്പം പരിഗണിക്കുന്നു, അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. വേറൊരു പെർസ്പെക്റ്റീവിലൂടെ അവർ നിങ്ങളെ കാണാൻ തുടങ്ങി, അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെ സ്റ്റക്കാണ് എപ്പോഴും, അവർക്ക് മൂവ്മെൻ്റ് ഇല്ല. ഇപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നോ ആ ഒരു കാര്യത്തിൽ സ്റ്റക്കായിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇപ്പം അവർക്ക് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളോ അവരുടെ ഫ്യൂച്ചറോ ഒന്നുമല്ല അവരിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല സമയവും നിങ്ങളുമായി ആ ബ്രേക്കപ്പ് ആയ സമയവും അതിനുള്ള കാരണങ്ങളൊക്കെ അവർക്ക് ഇപ്പം വീണ്ടും ഒന്നേന്ന് അവർ കാണുന്നുണ്ട്, ഒന്നേന്ന് മനസ്സിലാക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ആദ്യം മുതലുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നവർ ചിന്തിക്കുന്നുണ്ട്, അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവർ നല്ല ബുദ്ധിയും നല്ല കഴിവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതോ ഒരു സമയത്ത് അവർക്ക് പറ്റിപ്പോയ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം ഉണ്ടായ ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങളെക്കുറിച്ച് അവർ നേരത്തെ ചിന്തിച്ചിരുന്നത് പോലെ അല്ല ഇപ്പം ചിന്തിക്കുന്നത്. അവർക്ക് കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റം വന്നു എന്ന് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ശരിക്കും പാസ്റ്റിൽ നിങ്ങൾ എവിടെ നിന്നോ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പാസ്റ്റിൽ നിങ്ങൾ ഈ വ്യക്തിയെ
പ്രതീക്ഷിച്ച് എവിടെ നിന്നോ എവിടെ കാത്തിരുന്നോ ആ ഒരു സ്ഥലത്ത് ഇവർ വന്ന് നിൽക്കുന്നുണ്ട് നിങ്ങളെ പ്രതീക്ഷിച്ചെന്നുള്ളതാണ്. വീൽ ഓഫ് ഫോർച്യൂൺ അതാണ് പറയുന്നത്. കാലചക്രം തിരിഞ്ഞു ഇറങ്ങി തുടങ്ങി. അപ്പോൾ അവരത് മനസ്സിലാക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം നിങ്ങൾ അവരെ കെയർ ചെയ്തിട്ടുണ്ട്, സ്നേഹിച്ചിരുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ചിലപ്പോൾ അന്ന് ആ സമയത്ത് ഒരു മൂല്യവും അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പോൾ അവർക്കത് മനസ്സിലാക്കേണ്ട എന്തൊക്കെയോ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളെക്കുറിച്ച് ഓർക്കാനും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഉള്ള വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ, തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാര്യം നിങ്ങൾ എന്താണെന്ന് അവരെ മനസ്സിലാക്കാൻ ഇപ്പം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മെച്ചുവേർഡാണ് നിങ്ങൾ. ചിലപ്പം ഇവരുടെ പിറകെ നടന്നപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ വളരെ സില്ലിയാണ്, നിങ്ങൾക്ക് ഒട്ടും മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡല്ല. നിങ്ങൾ വളരെ മെച്യൂർഡാണ്. ചിലപ്പോൾ പാസ്റ്റിൽ ഇവർ ഇതായിരിക്കും ആഗ്രഹിച്ചത് നിങ്ങളെക്കുറിച്ച്. നിങ്ങളെപ്പോഴും ഇങ്ങനെ പിറകെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പം നിങ്ങൾ കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആ ഒരു അവസ്ഥയിലാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ബേസ് ചക്രയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ മാറി കിട്ടിയെന്നാണ് കാണുന്നത്. കാരണം ബേസ് ചക്ര ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ആദ്യം നമ്മൾ പ്രതിഫലിക്കുന്നത് ബേസ് ചക്രയിലാണ്. അത് റിലേഷൻഷിപ്പിലാകട്ടെ, ചിലപ്പം നമ്മളുടെ കരിയറിലാകട്ടെ, അപ്പോൾ നമ്മളുടെ ചിന്തകളിലാകട്ടെ. നമ്മൾ ബേസ് ചക്രയിൽ ബ്ലോക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ രണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളെപ്പറ്റി മനസ്സിലാക്കുന്നത് വേറെ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോൾ അവരുടെ ബേസ് ചക്ര ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇത് ആൾറെഡി നിങ്ങൾക്കൊരു ഉയർച്ച വന്നപ്പോഴായിരിക്കും നിങ്ങളുടെ ബേസ് ചക്രയും റൂട്ട് ചക്ര, മൂലാധാര ചക്രയാണ് കേട്ടോ. അപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആയപ്പോൾ നിങ്ങൾക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു പാത്ത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കാം. ഇതവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ട്രയംഫ് ആൻഡ് സക്സസ് ആണ്. നിങ്ങൾ വളരെ പൊരുതി നേടിയ ഒരു വിജയം നിങ്ങൾക്ക് കിട്ടിയെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങൾക്കാണ് നിങ്ങളുടെ സത്യം മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അവർക്കിപ്പോൾ. കാരണം എത്രമാത്രം കഠിനതകളിലൂടെ, എത്ര ത്യാഗത്തിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ശരിക്കും ഈ ഒരു മണ്ണിൽ നിന്നാണ് ആ ഒരു കൈയും വാളും വന്നിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം നിങ്ങൾ പെയിൻ അനുഭവിച്ചാണ് നിങ്ങളൊരു വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. ഇതിൽ ആർക്കും ഒരു തരത്തിലുള്ളൊരു പങ്കും ഇല്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പം പലപ്പോഴും നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള കഴിവുകളിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് ആരുടെയും ഒരു സപ്പോർട്ടും ഇല്ലാതെ നിങ്ങൾ വളരെ വലിയ വിജയം നേടി എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നവർക്ക് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഹോപ്പാണ്. അപ്പോൾ പ്രതീക്ഷയുണ്ട് അവർക്ക് ഇപ്പോഴും. ശരിക്കും നിങ്ങളുമായിട്ട് ഒരു മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഈ ഒരു ലൈഫിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് വരുന്നുണ്ട്. പിന്നെ ഇമോഷണൽ വിഡ്രാവലാണ്. പലപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടത് ഇപ്പം നിങ്ങളാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നൊരു പെയിൻ ഉണ്ട് അവർക്ക്. അവർ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ അവർക്ക് ഇത്രയും പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് അവർ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. കാരണം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പൂർണ്ണമായും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചിന്തയാണ് അവർക്കിപ്പോൾ. അപ്പോൾ അതിൽ എങ്ങനെ അത് തിരിച്ചു പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ളൊരു വിശ്വാസം എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കൈയെത്തുന്ന ദൂരത്തല്ല ഇപ്പോൾ നിങ്ങളുള്ളത് എന്നാണ് നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത്. അത് വളരെ ദൂരത്തിലാണ് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയുടെ. അപ്പോൾ അതെന്ത് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ട്രയംഫാണ്. അപ്പം നിങ്ങൾ സക്സസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവരിപ്പോൾ വിചാരിക്കുന്നത്. ഇത് ഇമോഷൻസിലുപരി
നിങ്ങൾ ആക്ഷൻസിലാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം പല കാര്യങ്ങളിലും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തു അത് നേടി എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പും ബ്രേക്കപ്പും ഒക്കെ അതിന് ഒരു കാരണമായിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ശരിക്കും വളരെ സ്പീഡാണ് നിങ്ങളുടെ വിജയത്തിന്, നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അത് വളരെ നിയറാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ഒരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമല്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഹാർട്ട് ചക്രയാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും ശുദ്ധഗതിയുള്ള ആൾക്കാരായിരുന്നു, വളരെ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു, നിങ്ങൾ വളരെ ജെന്യുവിനായിരുന്നു എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഹാർട്ട് ചക്രയാണ്. അപ്പോൾ സ്നേഹമാണ് ഒരുപാട്, നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹമാണ്, ഈ ഒരു വ്യക്തിയോടും സ്നേഹമാണ് ഒരുപാട്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾ കൊടുത്തതുപോലെ ആ ഒരു ജെന്യുവിനായിട്ടുള്ളൊരു സ്നേഹം വേറെ ഒരിടത്തുനിന്നും ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. വേറെ ആരിൽ നിന്നും കിട്ടാത്ത അത്രയും കംഫർട്ടബിൾ ആയിരുന്നു ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. ആ ഒരു സ്നേഹവും അപ്പോൾ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം അവരെ ഇഷ്ടപ്പെട്ടിരുന്നു, ജെന്യുവിനായിട്ട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം ഇപ്പം നിങ്ങളോട് തോന്നുന്നു, റെസ്പെക്റ്റ് തോന്നുന്നു എന്നൊക്കെയാണ് കാണുന്നത്. ട്രൂത്താണ് ഇത്, ജസ്റ്റിസ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടിയെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സത്യമുണ്ട്, നിങ്ങളിൽ സത്യമുണ്ട്, നിങ്ങളാണ് സത്യം. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകാൻ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു പ്രലോഭനത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഒരു കൈകടത്തലുകൾ കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു ബന്ധമായിരിക്കാം ഇത്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിലായിരിക്കും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ പെട്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ സമയം ആ ആള് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളാണ് സത്യം, നിങ്ങൾക്ക് നീതി കിട്ടിയെങ്കിൽ നിങ്ങളിൽ സത്യം ഉള്ളതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ഇത് ചിന്തിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഇവരുടെ ഈ ഒരു സമയത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, വേറെ ആരിൽ നിന്നെങ്കിലും. അല്ലെങ്കിൽ ഇവർ വിശ്വസിച്ചിരുന്ന ആൾക്കാരുടെ യഥാർത്ഥ മുഖം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഇവരുടെ കൂടെ നിന്ന ആൾക്കാർ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ഇവർക്ക് ഇപ്പം ചിന്തിക്കാൻ മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഇതിലാണ് അവരിപ്പോൾ നിങ്ങളുടെ സത്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരാദ്യം പറഞ്ഞു കൊടുത്തതൊക്കെ കള്ളത്തരങ്ങളായിരുന്നു എന്നിപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സത്യം എന്നായാലും പുറത്തു വരുമല്ലോ. അപ്പോൾ ആ സത്യം അവർ നിങ്ങളുടെ ഭാഗത്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ശരിയും തെറ്റുമൊക്കെ ആപേക്ഷികമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റായിരിക്കാം. പക്ഷെ സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് ഒരിക്കലും മാറ്റമില്ലാത്തൊരു കാര്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളാണ് സത്യം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നീതി കിട്ടിയത്, നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായത്. കാരണം നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നത് ഈ വ്യക്തിയെ അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടെ കാണുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞു എന്നവർ ചിന്തിക്കുന്നുണ്ട്. സ്പിരിച്വൽ യൂണിയൻ ആണ് ഇത്. 2 ഓഫ് കപ്സ് ആണ് ഈ ഒരു സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു കാർഡ്. 2 ഓഫ് കപ്സ് ആണ് ഇത്. അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ സോൾമേറ്റ് ആണ്. അപ്പോൾ നിങ്ങളും അവരുമായിട്ട് ഒരു സോൾ കണക്ഷൻ, ഒരു ദൃഢമായൊരു സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളില്ലാതെ ഇവർക്ക് മുന്നോട്ടേക്ക് സന്തോഷത്തിൽ പോകാൻ പറ്റില്ല എന്നൊരു ചിന്ത അവർക്കുണ്ട്. കാരണം പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം എത്രയാണെന്ന്, അതിൻ്റെ ഒരു തീവ്രത എത്രയാണെന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തി ഒരുപാട് കാലം കൊണ്ട്, ചിലപ്പോൾ നമ്മൾ കാണുന്ന ആ സമയം തന്നെ അല്ലെങ്കിൽ ആ അടുത്ത് കുറച്ച് സമയം നമ്മൾ പരിചയപ്പെട്ടാൽ മതി, ഇത് ഒരുപാട് കാലം മുന്നേ ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നൊരു ഫീലിംഗ് വരും. അപ്പോൾ ചിലപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരാളായിരിക്കും. കാരണം നമ്മളുടെ സോളിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഈ ജന്മവും ജീവിതവും ഈ വ്യക്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ സോളിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഈ വ്യക്തി എന്താണെന്ന്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നത്. ഈ വ്യക്തി നമ്മുടെ സോൾമേറ്റ് ആണ് എന്നുള്ളൊരു
ഫീലിംഗ് നമുക്ക് വരും. അപ്പം സെയിം ഈ ആളിന് ഇത് തോന്നുന്നുണ്ട്, ഇതെൻ്റെ സോൾമേറ്റ് ആയിരുന്നോ, കാരണം വേറെ പ്രതീക്ഷിച്ചിടത്തൊന്നും ഇതേപോലെ ജെനുവിനായിട്ടുള്ളൊരു സ്നേഹം കിട്ടിയിട്ടില്ല, ഇത്രയും കംഫർട്ടബിൾ ആയിരുന്ന ഒരു സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് അവർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം അതവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഈ ഒരു കാര്യം ഇതിൽ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് വേറെ പോയതായിരിക്കാം. പക്ഷേ ആ പോയിടത്തു നിന്നും അവർക്ക് യഥാർത്ഥത്തിലുള്ളൊരു സ്നേഹം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ചതി കിട്ടുമോ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചത് അവിടെ നിന്ന് കിട്ടാതെ വരുമോ ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളായിരുന്നു അവിടെ സോൾ പാർട്ട്ണർ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിയന് വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളെ അവർ കാത്തിരിക്കുന്നു എന്നാണ്. പാസ്റ്റിൽ നിങ്ങൾ കാത്തിരുന്ന സ്ഥലത്ത്, വീൽ ഓഫ് ഫോർച്യൂൺ അതാണ് പറയുന്നത്, നിങ്ങൾ കാത്തിരുന്ന സ്ഥലത്ത് ഇപ്പൊ നിങ്ങളെ കാത്ത് അവരുണ്ട് എന്നാണ് കാണുന്നത്. ഹാർമണിയാണ്, ഇതൊരു ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഹാർമണി എന്ന് പറയുമ്പം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരു സന്തോഷമായിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു സ്പിരിച്വൽ യൂണിയനും ഇത് ഹാർമണിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും സെയിം മീനിങ് ഉള്ള കാർഡുകളാണ്. കാരണം ഇതും പാസ്റ്റിൽ നിന്ന് വന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അവരുടെ സോളിനൊരു ഹാർമണി വേണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം. അപ്പോൾ നമുക്കെല്ലാം ഉണ്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള എന്തോ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ അത് നമ്മുടെ സോളിന് എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിന് അങ്ങനെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമില്ലാത്തൊരു എന്തോ ഒരു ഫുൾഫിൽമെൻറ്റിലല്ല, ഇപ്പം ഇനി എന്തോ കുറച്ചുകൂടി ഉണ്ട് എന്നൊരു തോന്നൽ വരും. അപ്പം ഇവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നാണ് കാണുന്നത്. അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഒരു തൃപ്തിയില്ല. അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷേ ഏതോ ഒരു പാർട്ട് മിസ്സിങ് ആണ്. ആ മിസ്സിങ് ആയ പാർട്ടാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു യൂണിയൻ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്, വേറെ ഒന്നും അവർക്കിപ്പോൾ ചിന്തിക്കാനില്ല എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളില്ലെങ്കിൽ അവർക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ ചെല്ലാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈഗോ കാരണം ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെറിയ താണു പോകും എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലും ഉണ്ടായിരിക്കാം. കാരണം ഈ ഒരു റീഡിങ്ങിൽ അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തത് അവരിപ്പോൾ ചെയ്യുന്നുണ്ട്, അവരത് ചിന്തിക്കുന്നുമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ടേക്ക് പോകാനേ പറ്റൂല എന്ന്. കാരണം അതാണ് ഈ ട്രൂത്ത് എന്ന് പറയുന്ന കാർഡ് വന്നത്. ഈ ജസ്റ്റിസ്, നിങ്ങൾ സത്യമാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അത് തോന്നലല്ല, അതൊരു തിരിച്ചറിവാണ്. അപ്പോൾ ആ തിരിച്ചറിവിൻ്റെ ബലത്തിലാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരുടെ കൂടെ വേണം, നിങ്ങൾ അവരുടെ ഒരു കൗണ്ടർ പാർട്ടാണ് എന്നുള്ളൊരു ചിന്ത വരുന്നത്. വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ ഇപ്പം വിചാരിക്കുന്നുണ്ട് എത്ര കാലം വേണം വെയിറ്റ് ചെയ്യാൻ, അവർക്ക് പ്രശ്നമേ ഇല്ല, കാരണം നിങ്ങൾ ചെന്നാൽ മതി. ഇനി അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്നൊന്നും നിങ്ങൾ അവരിലേക്ക് ചെല്ലണം എന്നില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് പോലെ അത് അവർക്കറിയാം, പെട്ടെന്നങ്ങ് ചെല്ലും എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവരിപ്പോൾ വിചാരിക്കുന്നു എത്ര കാലം വേണോ വെയിറ്റ് ചെയ്യാന്നാണ്. എത്ര കാലം വേണോ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടെന്ന് അവരുടെ അടുത്ത് ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കില്ല. അപ്പോൾ നേരത്തെ ആണെങ്കിൽ അവർ ചിന്തിച്ചിരുന്നത് അവർ പറയുന്നത് നിങ്ങളെ അനുസരിക്കും, അക്സെപ്റ്റ് ചെയ്യും, അവരിലേക്ക് നിങ്ങൾ തിരികെ ചെല്ലും എന്നാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവർ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ അവരിലേക്ക് ഓടി വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പായിട്ട് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ വെയിറ്റ് ചെയ്യുന്നതിൽ അവർക്ക് പ്രശ്നമേ ഇല്ല എന്നാണ് കാണുന്നത്. എത്ര വേണോ വെയിറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെന്നാൽ മതി. അപ്പോൾ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ അവർക്ക് പൂർണ്ണമായും ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇപ്പം റെസ്പെക്റ്റ് ഉണ്ട്, ഒന്നാമത്തെ കാര്യം. കാരണം നിങ്ങൾ പൊരുതി വലിയ വിജയം നേടിക്കഴിഞ്ഞു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വിജയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളൊരു ഉറപ്പുണ്ട്. കാരണം സത്യം നിങ്ങളുടെ ഭാഗത്താണ് എന്നവർക്ക്
തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു കാർഡ് എടുത്ത് നമുക്ക് മതിയാക്കാം. വീണ്ടും ലോ ബിഗിൻസ് ആണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ്ങിൽ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്രം ചിന്തിക്കുന്നു എന്നാണ്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്രം ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ അവർ ഇതിൽ പോലും ഒരു സ്നേഹമാണ്, മഴവില്ലും ഉണ്ട്. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ എന്നവർ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഈ ഒരു മഴവില്ല് നമുക്കറിയാമല്ലോ, മഴവില്ലെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതൽ ഇനി എത്ര പ്രായമായ ആളിനും ഒരു മഴവില്ല് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സ്നേഹം മനസ്സിൽ വരുമ്പോഴാണ് അവർക്ക് സന്തോഷം തോന്നുന്നത്. വീണ്ടും നിങ്ങളൊന്ന് യൂണിയനാകും, വീണ്ടും നിങ്ങളുടെ സ്നേഹം വീണ്ടും തുടങ്ങും, ഒന്നേന്ന് വീണ്ടും ബിഗിൻ ചെയ്യും എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് അവർക്ക് സന്തോഷം വരുന്നത്. പക്ഷെ ഇതിലവർക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നത് വെയിറ്റ് ചെയ്താൽ മതി, നിങ്ങൾ അവരിലേക്ക് ചെല്ലും, അതിന് വെയിറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും എത്ര വേണം വെയിറ്റ് ചെയ്യാൻ, അവർക്ക് പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ്. അവർ കുറേ ലൈഫ് ലെസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും, അവരത് ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു, പഠിച്ചു, നിങ്ങൾ കാത്തിരുന്നത് പോലെ അവരും കാത്തിരിക്കുന്നു, സാരമില്ല, ഇപ്പം അവർക്ക് ധൃതിയൊന്നുമില്ല, നിങ്ങൾ പതിയെ വന്നാലും മതി, അവർ കാത്തിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ അവർ ഇതിൽ മനസ്സിലാക്കുന്നുണ്ട് വിക്ടറി വരും, സക്സസ് വരും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്നാലും അവർക്ക് നഷ്ടമൊന്നും സംഭവിക്കാനില്ല, അവർക്ക് നിരാശപ്പെടേണ്ടെന്നൊരു ചിന്തയാണ് കേട്ടോ. നിങ്ങൾ അവരിലേക്ക് തീർച്ചയായിട്ടും ചെല്ലും. ഇപ്പം എത്ര കാലം കാത്തിരുന്നാലും സാരമില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, കാത്തിരിക്കാൻ അവർക്ക് തയ്യാറുമാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ വളരെ വലിയ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് കാണുന്നത്. അവർ പണ്ട് വിചാരിച്ചിരുന്ന പോലെയല്ല, ഒരിക്കലും നിങ്ങൾക്ക് എത്രമാത്രം കഴിവുകളുണ്ടെന്നോ നിങ്ങൾ ഇങ്ങനെ ആകുമെന്നോ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. എപ്പോഴും അവിടെ പിറകെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവരും നിങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നു, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു, നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് അവർക്ക് അതിൽ സന്തോഷമാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു യൂണിയൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ കാത്തിരിക്കാൻ അവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡിൽ വളരെ വലിയ മാറ്റമാണ് കാണുന്നത്. കാരണം നിങ്ങളെ പണ്ട് ഇങ്ങനെയല്ല അവർ കണ്ടിരുന്നത്. നിങ്ങൾ ഇത്രയും പ്രഷ്യസ് ആണ് എന്ന് അവർ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളെക്കുറിച്ച് ഇത്രയും റെസ്പെക്റ്റോടെ അവർ കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നൊരു സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ അല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹം, നന്ദി.